വിവോയുടെ വിവോ പാഡ് എയർ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ പാഡ് എയർ എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ പാഡ് എയറിൽ 11.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2.8K ആണ്. അതായത് റെസൊല്യൂഷൻ 2800x1840 ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ടാബ്ലറ്റ് വരുന്നത്. ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോണുകളുടെയൊക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പറയാം, പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ LCD ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. പിന്നെ ഈ ഒരു ടാബിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. 3:2 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 530 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 6.67 mm ആണ്. ഈ ഒരു ടാബിൽ പെൻസിൽ ടു സ്റ്റൈലസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കീബോർഡിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. മെറ്റൽ ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. പ്രത്യേകിച്ച് 20,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബുകളിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള ഒറിജിൻ OS സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 8 മെഗാ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ടാബിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1799 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 20,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു ടാബാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഈ ടാബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി അഥവാ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ടാബിൻ്റെ വില കുറച്ചും കൂടിയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഈ ടാബിൻ്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ 25,000 അല്ലാന്നുണ്ടെങ്കിൽ അതിലും മുകളിൽ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. ഈവൻ ഒരു 30,000 രൂപയുടെ അടുത്ത് വരുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ എത്തുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ടാബാണ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. എന്തായാലും വിവോയുടെ വിവോ പാഡ് എയർ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.